സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ഒപ്പം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പ്രഖ്യാപനത്തിൽ തത്സമയം. അൻപത്തിനാലാമത് കേരള സ്റ്റേറ്റ് അവാർഡ്സ് ഫോർ മലയാളം ഫിലിംസ് അതിവിടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇതിൻ്റെ ജൂറി അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ആദ്യം ഒന്ന് പറഞ്ഞു പോകുന്നത് നല്ലതായിരിക്കും. ചലച്ചിത്ര വിഭാഗം അന്തിമ വിധി നിർണയ സമിതി ചെയർമാൻ ശ്രീ സുധീർ മിശ്ര, അംഗങ്ങൾ ശ്രീ പ്രിയനന്ദനൻ, ശ്രീ അളകപ്പൻ എൻ, ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി, ശ്രീ NS മാധവൻ, ശ്രീമതി ആൻ അഗസ്റ്റിൻ, ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ, ശ്രീ C അജോയ്, മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 1-ാം സബ് കമ്മിറ്റി ശ്രീ പ്രിയനന്ദനൻ ചെയർമാൻ, ശ്രീ പ്രതാപ് പി നായർ അംഗം, ശ്രീ വിനോയ് തോമസ് അംഗം, ഡോക്ടർ മാളവിക ബിന്നി അംഗം, ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി. പ്രാഥമിക വിധി നിർണയ സമിതി 2-ാം സബ് കമ്മിറ്റി ശ്രീ അളകപ്പൻ ചെയർമാൻ, ശ്രീ വിജയ് ശങ്കർ, ശ്രീ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ്, ശ്രീ CR ചന്ദ്രൻ, ശ്രീ C അജോയ്. രചനാ വിഭാഗം ഡോക്ടർ ജാനകി ശ്രീധരൻ ചെയർപേഴ്സൺ, അംഗങ്ങൾ ഡോക്ടർ ജോസ് കെ മാനുവൽ, ഡോക്ടർ OK സന്തോഷ്, ശ്രീ C അജോയ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ചലച്ചിത്ര വിഭാഗം ജൂറി റിപ്പോർട്ട് 2023 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ പരിഗണനയ്ക്കായി സമർപ്പിക്കപ്പെട്ടത് 160 ചിത്രങ്ങളാണ്. ചലച്ചിത്ര അവാർഡിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിത്. ഇതിൽ നിന്നും പ്രാഥമിക ജൂറി 2 സബ് കമ്മിറ്റികളായി തിരിച്ച് 80 വീതം സിനിമകൾ കാണുകയും 35 സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു. കുട്ടികളുടെ ചിത്രങ്ങളുടെ വിഭാഗത്തിൽ 4 ചിത്രങ്ങളാണ് സമർപ്പിക്കപ്പെട്ടിരുന്നത്. ഇവയിൽ ഒരു ചിത്രം കുട്ടികളുടെ വിദ്യാഭ്യാസ പരിപാടി ആയതിനാൽ ഫീച്ചർ ഫിലിമായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ജൂറി വിലയിരുത്തി. മറ്റ് 3 ചിത്രങ്ങളും അവാർഡിന് പരിഗണിക്കാൻ തക്ക നിലവാരമുള്ളവയായിരുന്നില്ല. പ്രാഥമിക ജൂറി തിരഞ്ഞെടുക്കാത്ത 3 ചിത്രങ്ങൾ അന്തിമ ജൂറി തിരിച്ചു വിളിച്ച് കാണുകയുണ്ടായി. അങ്ങനെ ആകെ 38 സിനിമകളാണ് അന്തിമ ജൂറി അവാർഡ് നിർണയത്തിനായി സസൂക്ഷ്മം വിലയിരുത്തിയത്. അന്തിമ പട്ടികയിലെ 38 ചിത്രങ്ങളിൽ 22 ചിത്രങ്ങളും നവാഗത സംവിധായകരുടേതായിരുന്നു എന്നത് മലയാള സിനിമയുടെ ഭാവിയെ സംബന്ധിച്ച് ആശാവഹമായ കാര്യമാണ്. ജൂറി നിർദ്ദേശങ്ങൾ: 1. പ്രാഥമിക ജൂറിയുടെ സബ് കമ്മിറ്റിയിൽ നിലവിൽ 4 അംഗങ്ങളാണുള്ളത്. അത് 3 അല്ലെങ്കിൽ 5 എന്ന നിലയിൽ പുനഃക്രമീകരിക്കേണ്ടതാണ്. 2. പുരസ്കാരങ്ങൾ ലഭിച്ച മലയാള ചിത്രങ്ങൾ കേരളത്തിന് പുറത്ത് പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കണം. 3. വൻകിട മൂലധന സഹായമില്ലാതെ സിനിമയെന്ന മാധ്യമത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന ഇൻഡി സിനിമകൾക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകണം. 4. മികച്ച തിരക്കഥകൾ ഒരുക്കുന്നതിനായി സ്ക്രിപ്റ്റ് ലാബ്, മെന്റിംഗ് എന്നിവ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം. ഇനി അവാർഡിലേക്ക് കടക്കുകയാണ്. രചനാവിഭാഗം അവാർഡുകൾ: മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴവിൽ കണ്ണിലൂടെ മലയാള സിനിമ. ഗ്രന്ഥകർത്താവ് കിഷോർ കുമാർ. ഈ അടുത്ത സമയത്ത് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് നൽകുന്നത്. മൗലികവും നൂതനമായ കാഴ്ചപ്പാടിലൂടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനുള്ളിൽ മലയാള സിനിമയിൽ സംഭവിച്ച ഭാവുകത്വ പരിണാമത്തെ സൂക്ഷ്മവും വിമർശനാത്മകവുമായി അവതരിക്കുന്ന കൃതി.
സിനിമയിലെ ക്വിയർ രാഷ്ട്രീയത്തെ ഈ കൃതി സംവാദാത്മകമാക്കുന്നു. 2. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. ലേഖൻ ഡോക്ടർ രാജേഷ് MR. 20,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഇന്ത്യൻ സിനിമ ദേശീയതയെ എപ്രകാരമാണ് ആവിഷ്കരിക്കുന്നതെന്ന് പരിശോധിക്കുന്ന ലേഖനം. അപരവൽക്കരണം, ദേശവിരുദ്ധത, ജാതീയത തുടങ്ങിയ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന ബോളിവുഡ് സിനിമകളെയും പ്രാദേശിക ഭാഷാ സിനിമകളെയും ആഴത്തിൽ വിശകലനം ചെയ്യുന്ന രചന. ഡോക്ടർ രാജേഷ് MR. മികച്ച ചലച്ചിത്ര ലേഖനം. ദേശീയതയെ അഴിച്ചെടുക്കുന്ന സിനിമകൾ. പ്രത്യേക ജൂറി പരാമർശങ്ങൾ. പുസ്തകം കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ. ഗ്രന്ഥകർത്താവ് ശ്രീ P. പ്രേമചന്ദ്രൻ. ശില്പവും പ്രശസ്തി പത്രവും. സിനിമയുടെ ബഹുമുഖതലങ്ങളെ സാംസ്കാരിക വിശകലനത്തിന് വിധേയമാക്കുന്ന കൃതി. സർവ്വദേശീയവും പ്രാദേശികവുമായ ചലച്ചിത്രങ്ങളിലെ ലിംഗരാഷ്ട്രീയത്തെ സൂക്ഷ്മവും ശ്രദ്ധേയവുമായ രീതിയിൽ രേഖപ്പെടുത്തുന്ന പുസ്തകം. 2. ലേഖനം ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം കേരളത്തിൽ ചരിത്രവും രാഷ്ട്രീയവും. ലേഖകൻ അനൂപ് KR. ശില്പവും പ്രശസ്തി പത്രവും. കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ ഉത്ഭവവും വികാസ പരിണാമങ്ങളും രാഷ്ട്രീയമായി വിശകലനം ചെയ്യുന്ന പഠനം. ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ. പ്രത്യേക ജൂറി പരാമർശം. അഭിനയം കൃഷ്ണൻ. ചിത്രം ജൈവം. ശില്പവും പ്രശസ്തി പത്രവും. വയോധികനായ ഗാന്ധിയൻ്റെ മനോവേദനകളെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ചതിന്. 2. അഭിനയം KR ഗോകുൽ. ആടുജീവിതം. ശില്പവും പ്രശസ്തി പത്രവും. മരുഭൂമിയിലെ ദുരിതപൂർണമായ അതിജീവന ശ്രമങ്ങളെ സ്വാഭാവികമായി അവതരിപ്പിച്ച് പ്രധാന കഥാപാത്രത്തോടൊപ്പം തന്നെ മികവ് പുലർത്തിയതിന്. 3. അഭിനയം സുധി കോഴിക്കോട്. ചിത്രം കാതൽ. ശില്പവും പ്രശസ്തി പത്രവും. ഉള്ളിലൊതുക്കിയ ആത്മസംഘർഷങ്ങളും അരക്ഷിതാവസ്ഥയും നിശബ്ദവും നിയന്ത്രിതവുമായി പകർത്തുന്ന ഭാവാവിഷ്കാര മികവിന്. പ്രത്യേക ജൂറി അവാർഡ്. ചിത്രം ഗഗനചാരി. നിർമ്മാതാവ് അജിത് കുമാർ സുധാകരൻ. സംവിധായകൻ അരുൺ ചന്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. പരീക്ഷണോന്മുഖമായ സമീപനത്തിലൂടെ ഭാവികാല പശ്ചാത്തലത്തിലുള്ള ഭാവനയെ ആക്ഷേപഹാസ്യ രൂപേണ അവതരിപ്പിച്ച നൂതനമായ പരിശ്രമത്തിനാണ് പ്രത്യേക ജൂറി അവാർഡ്. സ്ത്രീ ട്രാൻസ്ജെൻഡർ ശാലിനി ഉഷാദേവി. ചിത്രം എന്നെന്നും. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മനുഷ്യൻ്റെ അനശ്വരതയെ സംബന്ധിച്ച് ദാർശനിക അന്വേഷണങ്ങളെ ഭാവി സൂചകമായ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ച സംവിധാന പാഠവത്തിന്. 6. മികച്ച വിഷ്വൽ എഫക്ട്സ്. ആൻഡ്രൂ ഡിക്രൂസ്. വിശാഖ് ബാബു. 2 ആൾക്കാണ്. ചിത്രം 2018 എവരിവൺ ഈസ് എ ഹീറോ. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. മഹാപ്രളയത്തിൻ്റെ ഭീതിജനകമായ കഥാന്തരീക്ഷത്തെ പുനഃസൃഷ്ടിച്ച യാഥാർത്ഥ്യ പ്രതീതിയുള്ള ദൃശ്യപ്രഭാവ നിർമ്മിതിക്കാണ് പ്രത്യേക അവാർഡ്. മികച്ച കുട്ടികളുടെ ചിത്രം നേരത്തെ തന്നെ പറഞ്ഞു, നിലവാരമുള്ള എൻട്രികൾ ഇല്ലാത്തതിനാൽ ഈ വിഭാഗത്തിൽ അവാർഡ് നൽകിയിട്ടില്ല. മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ്. ചിത്രം തടവ്. 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. നവാഗതരെ അണിനിരത്തിക്കൊണ്ട് വികാരതൃഷ്ണമായ ഒരു പ്രമേയത്തെ ലളിതമായും കൈയൊതുക്കത്തോടെയും ആവിഷ്കരിച്ച സംവിധാന മികവിന്. 9. ജനപ്രീതിയും കലാമേന്മയുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് ആടുജീവിതം. നിർമ്മാതാവ് വിഷ്വൽ റൊമാൻസ്. സംവിധായകൻ ബ്ലസ്സി. നിർമ്മാതാവിന് 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. സംവിധായകൻ 1,00,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു സാഹിത്യകൃതിയിലൂടെ ചലച്ചിത്രാവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും
സാങ്കേതികത്വം നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിനാണ് പ്രത്യേക അവാർഡ്. 10 മികച്ച നൃത്ത സംവിധാനം ജിഷ്ണു. ചിത്രം സുലൈഖ മൻസിൽ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. കഥാസന്ദർഭത്തിന് തീർത്തും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പരമ്പരാഗത പശ്ചാത്തലത്തിന് ആധുനികമായ ചൂടുകൾ ഒരുക്കിയ നൃത്ത സംവിധാന പാടവത്തിന്. ഒന്നുകൂടെ പറയണോ? സ്പീഡ് കൂടുതലാണ്. സ്പീഡ് കുറച്ചാൽ നിങ്ങൾ സ്പീഡ് കൂട്ടാൻ പറയും. ശരി, മീഡിയത്തിലാകാം. 11 ആദ്യം പറയണ്ടേ. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല. ചിത്രം ജനനം. 1947 പ്രണയം തുടരുന്നു. കഥാപാത്രം ഗൗരി ടീച്ചർ. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും. ഒരു വൃദ്ധ സ്ത്രീ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷങ്ങൾക്ക് അനുഗുണമായ വിധം നിയന്ത്രിതവും സൂക്ഷ്മവുമായി ശബ്ദം പകർന്ന മികവിന്. പറയാം, വെള്ളം കുടിച്ചിട്ട്. ജനനം 1947 പ്രണയം തുടരുന്നു. ജനനം 1947 പ്രണയം തുടരുന്നു. മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല. കഥാപാത്രം ഗൗരി ടീച്ചർ. ഓക്കെ.